നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫ്ലോറന്റിനോ പെരസ് അടിയന്തരമായിട്ട് ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. 2 മണിക്കൂറിനകം അദ്ദേഹം സംസാരിക്കും. അതിലെന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പുറത്തു പറയും, പുതിയ കോച്ചിൻ്റെ കാര്യം പറയും, എന്നൊക്കെയുള്ളത് ഫുട്ബോൾ ലോകം വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കിയാണ്. അതിലിപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരപ്രകാരം വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ റയൽ മാഡ്രിഡിൽ നിന്ന് 9 താരങ്ങൾ വരെ പുറത്തു പോയേക്കുമെന്നാണ്. വൻ അഴിച്ചുപണിക്കാണ് എന്തായാലും കൊപ്പ് കൂട്ടുന്നത്. ആൽവരോ അർബിലോവ എന്തായാലും പുറത്തു പോകും. പകരം ഏത് കോച്ച് ഹോസെ മൊറീഞ്ഞോയ്ക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്നു. അപ്പോഴാണ് പെരസിൻ്റെ പത്രസമ്മേളനം വരുന്നത്. അതിലെന്ത് പറയുന്നുള്ളത് കാത്തിരിക്കാം. ഏതായാലും 9 താരങ്ങൾ പുറത്താകുമെന്ന് പറയുന്ന ആരൊക്കെയാണെന്ന് നോക്കാം. അലാബ പുറത്തു പോയേക്കും. കർവാഹൽ പുറത്തു പോവുകയാണ്. കമവിംഗ ക്ലബിന് അദ്ദേഹത്തെ വിൽക്കണമെന്ന് താല്പര്യമുണ്ട്. ല്യൂനിൻ ക്ലബിന് അദ്ദേഹത്തെ വിൽക്കണമെന്ന് താല്പര്യമുണ്ട്. സബയോസ് ക്ലബിന് അദ്ദേഹത്തെ വിൽക്കണം. സബയോസ് എന്തായാലും പുറത്തു പോകും. ഫ്രാൻ ഗാർഷ്യ ക്ലബിന് അദ്ദേഹത്തെ വിൽക്കണം. പക്ഷേ ഇപ്പോൾ മെൻഡിയുടെ ഇഞ്ചുറി ഉള്ളത് കൊണ്ട് തന്നെ ചില സംശയങ്ങൾ ആ കാര്യത്തിലുണ്ട്. അസെൻസിയോയുടെ കാര്യത്തിലും ക്ലബിന് അദ്ദേഹത്തെ വിൽക്കണമെന്നാണ് താല്പര്യം. പക്ഷേ മിലിറ്റാവോയുടെ ഇഞ്ചുറി ഉള്ളത് കൊണ്ട് ആ കാര്യത്തിലും ചെറിയ സംശയങ്ങളുണ്ട്. ഗോൺസാലോ ക്ലബ് എന്തായാലും അദ്ദേഹത്തെ വിൽക്കും. മസ്റ്റൻഡൂനോ ക്ലബ്ബ് അദ്ദേഹത്തെ ലോണിൽ വിടും എന്നാണ് പ്രതീക്ഷ. അപ്പോൾ ഇങ്ങനെ ഇത്തരം 8-9 താരങ്ങൾ വരെ പുറത്തേക്ക് പോയേക്കും എന്നാണ് ലഭ്യമാവുന്ന വിവരം. വൻ അഴിച്ചുപണിയിലേക്കാണ് എന്തായാലും ക്ലബ്ബ് പോകുന്നത്. അതിലെന്തൊക്കെ തീരുമാനങ്ങൾ വരും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഏതായാലും ഇനിയിപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് എന്തായിരിക്കും വരാനിരിക്കുന്ന പത്രസമ്മേളനത്തിൽ ഫ്ലോറന്റിനോ പെരസ് പറയുന്നത് എന്നുള്ളതാണ്. അതായത് സ്പാനിഷ് സമയം 6 മണിക്കാണ്, വൈകിട്ട് 6 മണിക്കാണ് ഇത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. കാത്തിരിക്കാം അദ്ദേഹത്തിൻ്റെ പ്രസ് കോൺഫറൻസിനായി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.